ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ചെയർമാൻ KV അശോകൻ സാറാണ്. നമസ്കാരം സാർ. നിരന്തരമായി മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റികൾക്കെതിരെ കുപ്രചാരണങ്ങൾ തുടരെയായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു ഇരയായിട്ട് വേണമെങ്കിൽ സാറിനെ ഇപ്പൊ നമുക്ക് പറയാൻ പറ്റും. എന്താണ് സാറിന് അതിനുള്ള പ്രതികരണം? വളരെ നല്ല രീതിയിലാണ് കേരളത്തില് ഇന്ത്യയിലും ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനാണെന്നുണ്ടെങ്കിൽ 32 വർഷക്കാലം സഹകരണ മേഖലയിൽ ജോലി ചെയ്ത് കേരള ബാങ്കിൽ നിന്ന് സീനിയർ എക്സിക്യൂട്ടീവ് ഓഫീസറായി റിട്ടയർ ചെയ്തതിന് ശേഷമാണ് കൈരളി ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത്. വളരെ നല്ല പ്രതികരണമാണ് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കർഷകരിൽ നിന്ന് ഈ സൊസൈറ്റിക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൈരളി മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെയും പ്രവർത്തനങ്ങൾക്കൊക്കെ യഥാർത്ഥത്തിൽ മാധ്യമങ്ങളിൽ നിന്നൊക്കെ തന്നെ, പ്രത്യേകിച്ച് കൈരളി സൊസൈറ്റിക്ക് അതിൻ്റെ പ്രൊജക്റ്റുകൾക്കും പ്രൊഡക്റ്റുകൾക്കും വളരെ നല്ല സഹകരണമാണ് മാധ്യമങ്ങളിൽ നിന്നും മറ്റു തന്നെ നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. നിർഭാഗ്യവശാൽ ചില മാധ്യമ സുഹൃത്തുക്കളെയും അതിൻ്റെ പ്രവർത്തകരെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ പഠിക്കാതെ അവർ ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് എതിരായിട്ടുള്ള പ്രവർത്തനം വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് പലവിധ കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഞാനോട് പറയാം, കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് രൂപീകൃതമായിട്ട് 1.5 വർഷം, ചെയർമാനായി ഞാൻ ചാർജ് എടുത്തിട്ട് 1.5 വർഷം കഴിഞ്ഞ് 2 വർഷത്തിലേക്ക് ആകുന്നുള്ളൂ. ഈ 2 വർഷത്തിനിടയ്ക്ക് വളരെ വലിയ വളർച്ചയാണ് ഈ സൊസൈറ്റിക്ക് ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് കർഷകരാണ് ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും ആശങ്കാജനകമായ ഗ്ലോബൽ വാർമിങ്ങിനും കാലാവസ്ഥാ വ്യതിയാനത്തിനും എതിരായിട്ടുള്ള വലിയൊരു പ്രവർത്തനമാണ് നമ്മുടെ ഈ സൊസൈറ്റിയിലൂടെ നടത്തുന്നത്. ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ തന്നെ, മാസങ്ങൾക്കുള്ളിൽ തന്നെ 22,600ഓളം കർഷക ഷെയർ ഹോൾഡേഴ്സ് ഈ സൊസൈറ്റിയിൽ അംഗങ്ങളായിട്ടുണ്ട്. മാത്രമല്ല, കാർബൺ ക്രെഡിറ്റ് പ്രൊജക്റ്റ് എന്ന ഏറ്റവും നൂതനമായിട്ടുള്ള ഒരു പ്രൊജക്റ്റ് നമുക്ക് മുന്നോട്ട് വയ്ക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പ്രകൃതി സംരക്ഷണത്തിലൂടെ ആരോഗ്യം സംരക്ഷിച്ച് സമ്പന്നരാകുക എന്നതാണ് ഈ കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രഖ്യാപിത ലക്ഷ്യവും. അതിലേക്ക് വളരെ നല്ല രീതിയിലാണ് സൊസൈറ്റി മുന്നോട്ട് കൊണ്ടുപോവുകയും. നിർഭാഗ്യവശാൽ ചില നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ചില ആളുകൾ അവർ വായ്പ എടുത്തിട്ടും അതുപോലെ തന്നെ മറ്റു ചില പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും വായ്പ തിരിച്ചടയ്ക്കുന്നത് ചോദിച്ചപ്പോൾ അതിനെതിരായിട്ടുള്ള ഒരു പ്രവർത്തനം, നമുക്കെതിരായിട്ടുള്ളൊരു പ്രവർത്തനം തെറ്റായി ചില ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഉദാഹരണത്തിന് ഇപ്പോൾ ഞങ്ങളുടെ തന്നെ ഒരു ഡയറക്ടറായിരുന്ന ഒരു വനിതയുണ്ട്. വളരെ അവർ നമ്മൾ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്തിരുന്ന കക്ഷികളാണ്. പക്ഷെ അവർക്ക് വലിയ രീതിയിലൊരു 11 ലക്ഷത്തോളം രൂപ അവർ മറ്റ് സ്ഥാപനത്തിൽ വായ്പ തിരിച്ചടക്കാനുണ്ട്. അത് എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ ബന്ധുക്കളും നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ നിന്നാണ് അവർ വായ്പ എടുത്തത്. ആ വായ്പ തിരിച്ചടക്കാൻ വേണ്ടി നോട്ടീസ് അയച്ചപ്പോൾ അവർ അത് പൂർണ്ണമായിട്ടും ഈ സൊസൈറ്റിയിൽ നിന്ന് അടയ്ക്കണം എന്നുള്ള രീതിയിലേക്ക് വരികയും അതിനെതിരായിട്ട് അവർ തെറ്റായിട്ടുള്ള പരാതികൾ പല രീതിയിൽ ജാതി പേര് വിളിച്ചാക്ഷേപിച്ചു, പീഡിപ്പിക്കാൻ ശ്രമിച്ചു, പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് തെറ്റായി പരാതി കൊടുക്കുകയും അത് അന്വേഷിച്ച് അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ വേറെ മാർഗമില്ലാതായപ്പോൾ മറ്റു ചില ആളുകളെയും കൂടി കൂട്ടുപിടിച്ചുകൊണ്ട് ഈ സൊസൈറ്റിയെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ചില മാധ്യമങ്ങൾ അതിനുവേണ്ടി കൂട്ടുനിൽക്കുന്നുണ്ട്. മറ്റൊരു സുഹൃത്ത് സാബു തോമസ് എന്ന് പറയുന്നൊരു വ്യക്തി 13 വർഷങ്ങൾക്ക് മുമ്പ് വേറൊരു സ്ഥാപനത്തിൽ നിന്ന് ലോൺ എടുത്ത് ചിട്ടി വിളിച്ച് 7 കേസ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഇപ്പോൾ സിവിൽ കോടതിയിൽ നിൽക്കുന്നുണ്ട്. ആ കേസ് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ പൈസ മുഴുവൻ തിരിച്ചടക്കണമെന്ന് നമ്മളെ ബ്ലാക്ക്മെയിൽ ചെയ്ത് അദ്ദേഹത്തിൻ്റെ പൈസ നമ്മൾ തിരിച്ചടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യാപകമായിട്ടുള്ള പ്രചരണം നടത്തുകയാണ്. നമ്മുടെ പേരിൽ ഒരു കേസ് പോലും ഇല്ലാതെ നമ്മുടെ ഈ സൊസൈറ്റി തുടങ്ങിയിട്ട് ഇത്രയും മാസമായിട്ടുള്ളൂ. വളരെ നല്ല രീതിയിൽ സുതാര്യമായിട്ടാണ് പ്രവർത്തനം നടത്തുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ 2-3 വ്യക്തികളുടെ തെറ്റായിട്ടുള്ള പ്രചരണത്തിൽ കുടുങ്ങിക്കൊണ്ട് ഒരു മാധ്യമം, അതായത് മലയാളം ന്യൂസ് ചാനൽ എന്ന് പറയുന്നൊരു ചാനൽ അവർ തെറ്റിദ്ധരിച്ചുകൊണ്ടാണെന്നാണ് നമ്മൾ ധരിച്ചത്. അവരത് തെറ്റിദ്ധരിച്ചുകൊണ്ട് അവർ റിപ്പോർട്ട് ചെയ്യുകയും ആ റിപ്പോർട്ട് ചെയ്തതൊക്കെ തന്നെ വ്യാജമായിട്ടുള്ള 800 കോടിയുടെ തട്ടിപ്പ്, അതുപോലെ തന്നെ 60ഓളം FIR, അതുപോലെ വേറെ കുറേ കാര്യങ്ങൾ, നമ്മളുമായിട്ട് ബന്ധമില്ലാത്ത കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി EDയുടെ അന്വേഷണ പരിധിയിലാണ് എന്നൊക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ
തകർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടന്നത്. ഇതെല്ലാം നമ്മൾ പത്രമാധ്യമങ്ങളിലെ സുഹൃത്തുക്കളെയും ഷെയർ ഹോൾഡേഴ്സിനെയും പൊതുസമൂഹത്തെയും വിളിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇതെല്ലാം തെറ്റാണെന്നും വ്യാജമാണെന്നും പറഞ്ഞതിന് ശേഷവും ഈ ഒരു കടന്നാക്രമണം വളരെ വലിയ രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വിനയപൂർവ്വം നമ്മൾ പറഞ്ഞതാണ്, നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനു വേണ്ട പിന്തുണയും സഹായവും നൽകേണ്ട ആളുകൾ തെറ്റായിട്ടുള്ള ചില കുത്സിത അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഭിപ്രായങ്ങളെടുത്ത് കൃത്യമായി കാര്യങ്ങൾ പഠിക്കാതെയും മനസ്സിലാക്കാതെയും വീണ്ടും ഈ സൊസൈറ്റികളെ തകർക്കുന്നതിന് വേണ്ടിയുള്ള പ്രചരണത്തിൽ ചെന്നപ്പോൾ നമ്മൾ കോടതിയിൽ അവർക്ക് നോട്ടീസ് അയച്ചു. നമുക്ക് വലിയ മാനഹാനിയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിനെതിരായിട്ട് നമ്മൾ നോട്ടീസ് അയച്ചു. നോട്ടീസ് അയച്ചതിന് ശേഷം അവർ വീണ്ടും അത് തിരുത്താൻ ഇപ്പം ഇന്ന് പോലും അവർ ഒരു പ്രചരണം തെറ്റായിട്ടുള്ളത് കുറേ ഇതുകൾ നടത്തിയിട്ടുണ്ട്. എനിക്ക് യാതൊരു ബന്ധവുമില്ലാത്ത സ്ഥാപനങ്ങളിലുള്ള വിഷയങ്ങളെക്കുറിച്ച് അത് ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അതിൻ്റെയൊക്കെ ഉദ്ദേശം ഈ സൊസൈറ്റിയെ തകർക്കുക എന്നുള്ളതാണ്. വ്യക്തിപരമായിട്ട് ഇപ്പം എനിക്ക് വിരോധത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല. ഈ കർഷക പ്രസ്ഥാനത്തെ തകർക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. അതിനെതിരെ ഞാൻ വളരെ കൃത്യമായിട്ട് എനിക്കെതിരെ വന്നിട്ടുള്ള തെറ്റായിട്ടുള്ള ഈ ആരോപണങ്ങൾ വളരെ കൃത്യമായി നമ്മൾ പറഞ്ഞതാണ്. ഒരു കേസ് പോലും ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ പേരിലോ അല്ലെങ്കിൽ കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പേരിലോ ഒരു കേസ് പോലും ഇന്ത്യയിലെ ഒരു കോടതിയിൽ പോലും നിലവിലില്ല. എൻ്റെ പേരിലോ ഇപ്പോൾ ഉള്ള ഡയറക്ടേഴ്സിൻ്റെ പേരിലോ പ്രസ്ഥാനത്തിൻ്റെ പേരിലോ ഇല്ല. അതുപോലെ തന്നെ വളരെ സുതാര്യമായിട്ടാണ് സെൻട്രൽ രജിസ്ട്രാറിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആക്റ്റും മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ആക്റ്റും റൂളും പൂർണ്ണമായും പാലിച്ചുകൊണ്ടാണ് കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. 2023-24 പിന്നെ കണക്കുകളടക്കം സെൻട്രൽ രജിസ്ട്രാർ നിഷ്കർഷിച്ചിട്ടുള്ള ഓഡിറ്റ് പാനലിൽ നിന്നുള്ള ഓഡിറ്ററെ നിയമിച്ച് ഓഡിറ്റ് കണക്ക് പൂർണ്ണമായും ഓഡിറ്റ് ചെയ്ത് സെൻട്രൽ രജിസ്ട്രാർക്ക് സമർപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ വളരെ കുത്സിതമായിട്ട് നമ്മുടെ പ്രസ്ഥാനത്തെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരായിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിനെ പൂർണ്ണമായും സഹകരിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ജീവനക്കാരുടെ പേര് പറഞ്ഞു, അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ പേര് പറഞ്ഞു. ഇവരാരും ഒരു ഷെയർ ഹോൾഡറും ഈ പ്രസ്ഥാനത്തിന് നേരെ ഒരു പരാതി കൊടുത്തിട്ടില്ല. ഒരു ജീവനക്കാരനും ഈ പ്രസ്ഥാനത്തിന് നേരെ പരാതി കൊടുത്തിട്ടില്ല. എന്നിട്ട് അവർ തെറ്റായി ധരിപ്പിച്ച് അവരുടെയൊക്കെ പേര് പറഞ്ഞുകൊണ്ട് കോടികളുടെ തട്ടിപ്പ് നടത്തി എന്നുള്ള രീതിയിൽ പ്രചരണം നടത്തിയും നശിപ്പിക്കാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ ഞാൻ വളരെ അഭിമാനകരമായിട്ടുള്ള സന്തോഷകരമായ നിമിഷങ്ങളിലൂടെയാണ് പോകുന്നത്. കാരണം ഇന്ത്യയിൽ ആദ്യമായി ഈ കാർഷിക രംഗത്ത് കർഷകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ലോകം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും ഭയാനകമായ ആഗോളതാപനത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തിനും എതിരെയുള്ള പോരാട്ടത്തിൽ കർഷകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് സസ്റ്റൈനബിൾ കൃഷി രീതികൾ നടപ്പിലാക്കി അവരുടെ കൃഷി പ്രവർത്തനത്തിലൂടെ കാർബൺ ക്രെഡിറ്റ് ജനറേറ്റ് ചെയ്ത് അവർക്കൊരു അധിക വരുമാനം കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വളരെ വലിയ ഒരു പിന്തുണയാണ് കർഷക സുഹൃത്തുക്കളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രൊഡക്റ്റുകളെല്ലാം ആദ്യമായിട്ട് ഹെർബൽ സാനിറ്ററി നാപ്കിൻ, അതുപോലെ തന്നെ പ്ലാൻ ബേസ്ഡ് ഹോം കെയർ പ്രൊഡക്റ്റ്, നാളികേരത്തിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന വെർജിൻ കോക്കനട്ട് ഓയിൽ ഉൾപ്പെടെ ഉൽപ്പാദിപ്പിക്കുന്ന 20ഓളം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നാളികേരത്തിൽ നിന്ന് നമ്മൾ പ്രൊഡക്റ്റ് ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ടുള്ള കാർബൺ ന്യൂട്രൽ എക്കോ ഫാം ടൂറിസം, അതിനിപ്പോൾ കോഴിക്കോട് വിലങ്ങാട് സ്ഥലമെടുത്ത് അതിനു വേണ്ടിയുള്ള പദ്ധതി പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഈ രീതിയിൽ വളരെ നല്ല പിന്തുണയോടും വളരെ അംഗീകാരത്തോടും കൂടി നമ്മുടെ സൊസൈറ്റിയുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ചില വ്യക്തികൾ ഇതിനെതിരായിട്ടുള്ള വളരെ വ്യാപകമായിട്ടുള്ള തെറ്റായിട്ടുള്ള പ്രചരണം നടത്തുകയാണ്. ഞാൻ എല്ലാ കർഷക സുഹൃത്തുക്കളോടും എല്ലാ സഹകാരികളോടും എല്ലാ നിയമാധികാരികളോടും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ പറയുകയാണ്, ഇത് വളരെ ബോധപൂർവമായിട്ടുള്ള ഒരു തകർക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ്. ഇവിടെ KV അശോകൻ എന്ന് പറയുന്ന വ്യക്തിക്കല്ല, 22,000-ലധികം വരുന്ന കർഷക സുഹൃത്തുക്കളുണ്ട്. അവരിൽ നിന്ന് 100 രൂപ മാത്രമുള്ള വോട്ടവകാശമുള്ള ഷെയർ എടുപ്പിച്ചുകൊണ്ടാണ് കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രവർത്തനം നടക്കുന്നത്.
ഈ പ്രചരണം നടക്കുന്നത് എല്ലാം വ്യാജമാണ്. എൻ്റെ പേരിൽ യാതൊരു രീതിയിലുള്ള ED അന്വേഷണമോ പോലീസ് കേസുകളോ അല്ലെങ്കിൽ മറ്റ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ പരാതിയോ നിലവിലില്ല. ഈ സത്യം ജനങ്ങളിലേക്ക് അറിയേണ്ടതുണ്ട്. വളരെ വ്യാപകമായിട്ട് നമുക്കെതിരായിട്ടുള്ള ഒരു പ്രചരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സാർ ഇപ്പൊ പറഞ്ഞു മാധ്യമങ്ങൾ ശരിക്കും ഈ മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റികളെ കുറിച്ച് ശരിയായ രീതിയിൽ പഠിക്കാതെയാണ് ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഉൾപ്പെടെയുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റികൾക്ക് ലഭിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? എല്ലാ മാധ്യമങ്ങളും അങ്ങനെയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. മാധ്യമങ്ങൾ വളരെ ഇപ്പം എൻ്റെ അനുഭവത്തിൽ മാധ്യമങ്ങൾ ഒരു 99% എന്ന് പറഞ്ഞ പോലെ മാധ്യമങ്ങൾ ഈ കാര്യങ്ങൾ പഠിച്ച് നമുക്ക് നമ്മളുടെ ഈ പ്രൊജക്റ്റുകൾക്ക് വലിയ സപ്പോർട്ടാണ് ലഭ്യമാകുന്നത്. ചില യൂട്യൂബ് ചാനലുകാർ അതുപോലെ ഇപ്പോൾ ഈ കാര്യങ്ങൾ പഠിക്കാതെ വന്ന എൻ്റെ അനുഭവത്തിൽ ഇപ്പോൾ ഒരു ചാനലാണ്, മലയാളം ന്യൂസ് ചാനൽ എന്ന് പറയുന്നൊരു ചാനലാണ്. പിന്നെ ആ രീതിയിൽ കാര്യങ്ങൾ പഠിക്കാതെ നമ്മളോട് അന്വേഷിക്കാതെയും പഠിക്കാതെയും ഇത്രയും കർഷകരെ പിന്നെ തകർക്കുന്ന അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തെ തകർക്കാൻ ആർക്കായിരുന്നാലും എളുപ്പമാണ്. അത് ഇല്ലാപ്രകരണം പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഷെയർ ഹോൾഡേഴ്സ്, പ്രത്യേകിച്ച് സാമ്പത്തിക വിഷയങ്ങൾ കൂടി കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങളാവുമ്പോൾ തെറ്റായിട്ടുള്ളൊരു പ്രചരണം നടത്തി കഴിഞ്ഞാൽ ആളുകളിലേക്ക് അത് വരുന്നുണ്ട്. അത് ചില മാധ്യമ സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കാതെ ഇത്തരത്തിലുള്ള ഒരു വിഷയം വരുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എല്ലാ മാധ്യമങ്ങളും അങ്ങനെയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഈ കഴിഞ്ഞ ബജറ്റില് കേന്ദ്ര സർക്കാർ മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റികൾക്ക് വേണ്ടി ഒരുപാട് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ജനങ്ങൾ എത്രത്തോളം ബോധവാന്മാരാണ്? അതിൽ വേണ്ടത്ര ബോധവാന്മാരായിട്ടില്ല. അതിലാണ് ഇപ്പോൾ കേരളത്തിലും ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അതിനിപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒരു അസോസിയേഷൻ അംഗവും കൂടിയാണ്. ഞാൻ മറ്റേ അസോസിയേഷൻ്റെ സംസ്ഥാന ഭാരവാഹിയാണ്, ജോയിന്റ് സെക്രട്ടറിയാണ്. ഇത് നമ്മൾ അസോസിയേഷൻ്റെ ഇതിൽ സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യുകയും ഈ എല്ലാ ആനുകൂല്യങ്ങളും പിന്നെ കേന്ദ്ര സർക്കാരായിരുന്നാലും കേരള സർക്കാരായിരുന്നാലും ചെയ്യുന്ന എല്ലാ വിഷയങ്ങളും സാധാരണ കർഷകരിലേക്കും സാധാരണ സഹകാരികളിലേക്കും എത്തിച്ച് ജോലി കൊടുക്കാനും അവരുടെ ഉപജീവന മാർഗം വിജയിപ്പിക്കാനും കഴിയുന്ന ഒരു ഇതിലേക്ക് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് വളരെ ബോധപൂർവം മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്നത്. ഇതിലെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനം സംസ്ഥാന സർക്കാർ വിഷയമായിരുന്നു. ഇതിനു മുമ്പ് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ കൃഷി മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിച്ചിരുന്നത്. 2020 കേന്ദ്രത്തിൽ സഹകരണ മന്ത്രാലയം ഉണ്ടാക്കിയതിനു ശേഷം വളരെ കൃത്യമായിട്ടുള്ള ആക്റ്റും റൂളുകളും ഷെയർ ഹോൾഡേഴ്സിനെ സംരക്ഷിക്കുന്നതിനും അവരുടെ ഇൻവെസ്റ്റ്മെന്റിനായിരുന്നാലും അവരുടെ അവകാശങ്ങൾക്കായാലും സംരക്ഷിക്കാവുന്ന ഒട്ടനവധി നിയമനിർമ്മാണങ്ങൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ സഹകരണ ആക്റ്റും റൂളും അനുസരിച്ച് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി രംഗത്തടക്കം അത് ജനങ്ങളിലേക്ക് എത്തിച്ച് ആയിരക്കണക്കിനായി ഇപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു മേഖലയായി മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി വളർന്നു വന്നിട്ടുണ്ട്. അത് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലടക്കം. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ഈ കാർഷിക സൊസൈറ്റികളുടെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ മേടിച്ച് അത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി എക്സ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സംഘങ്ങളടക്കം കേന്ദ്ര ഗവൺമെൻറ് കീഴിൽ രൂപീകരിച്ചു വന്നിട്ടുണ്ട്. അതൊക്കെ തന്നെ ഇവിടുത്തെ മുഴുവൻ ജനങ്ങൾക്കും ഉപകാരപ്രദമായി എത്തിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിനുള്ള ശ്രമമാണ്, നല്ല രീതിയിലുള്ള ശ്രമമാണ് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ, പ്രത്യേകിച്ച് ഞാൻ കൂടി അംഗമായിട്ടുള്ള മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സൗത്ത് ഇന്ത്യൻ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ്റെ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രവർത്തകർ നടത്തുന്നത്. എല്ലാ വിഭാഗം ആളുകളെയും അതിൽ പങ്കാളികളായിക്കൊണ്ട് ഈ ഗുണങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പരക്കെ വരുന്നത് കൊണ്ട് തന്നെ പുതുതായിട്ട് മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റികളിലേക്ക് അംഗമാവാൻ ആഗ്രഹിക്കുന്നവര് പലരും മടിക്കുകയാണ്. അപ്പൊ അത്തരത്തിൽ പുതുതായിട്ട് സൊസൈറ്റിയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും സഹകരണ പ്രസ്ഥാനം ഇന്ത്യയിൽ ജനങ്ങളുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വളരെ വലിയ ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ മറ്റേത് പ്രസ്ഥാനത്തേക്കാൾ വലിയ സാധ്യത സഹകരണ പ്രസ്ഥാനത്തിനുണ്ട്.
ഇപ്പം ഞാൻ ഒരു സാധാരണ തൃശ്ശൂർ ജില്ലയിലാണ് എനിക്ക് പ്രവർത്തിക്കാനായിട്ടുള്ള അവസരം കിട്ടിയത്. അതിൻ്റെ ഒരു സാധ്യത മനസ്സിലാക്കിക്കൊണ്ടാണ് കേരള ബാങ്ക് അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിലേക്ക് എല്ലാ ജില്ലാ ബാങ്കുകളിലും ലയിപ്പിച്ചത്. അന്നും എനിക്ക് പ്രവർത്തിക്കാൻ കഴിയുക കേരളത്തിൽ മാത്രമാണ്. മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആകുമ്പോൾ എനിക്കിപ്പോൾ തമിഴ്നാട്ടിലടക്കം പ്രവർത്തന മേഖലയുണ്ട്. തമിഴ്നാട്ടിൽ കർഷകർ ധാരാളം ഉള്ളതാണ്. അപ്പോൾ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് അതും കേന്ദ്ര ഗവൺമെൻറ് ഇന്ത്യൻ പാർലമെന്റിലും രാജ്യസഭയിലും പാസ്സാക്കുന്ന നിയമങ്ങൾക്ക് അനുസൃതമായിട്ടാണ് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിലേക്ക് കടന്നു വരാൻ ഒരു സഹകാരികളും ഒരു കർഷകരും ഒരാളും മടിക്കേണ്ടതില്ല. വളരെ സുരക്ഷിതമായിട്ടുള്ള ആ നിയമ ചട്ടക്കൂടുകളിൽ നിന്നുകൊണ്ടാണ് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു കൂട്ടായ്മയെ ശക്തമാക്കേണ്ടത് ഉണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ആർക്കും ഒരാശങ്കയുടെ ആവശ്യമില്ല. അവർ ഷെയർ ഹോൾഡേഴ്സ് എന്ന രീതിയിലുള്ള സഹകാരികൾ അവരുടെ പ്രവർത്തനങ്ങളിൽ സജീവമാകണം. ആ സജീവമായി കഴിഞ്ഞാൽ ഇതിൽ വരുന്ന ഏതെങ്കിലും രീതിയിലുള്ള കുറവുകളോ തെറ്റുകളോ പേശകളോ ഉണ്ടെങ്കിൽ അത് കൂടുതൽ ജാഗ്രതയോടുകൂടി ഷെയർ ഹോൾഡേഴ്സ് കാര്യങ്ങൾ പഠിച്ച് വരണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല. മാത്രമല്ല വളരെ വലിയ സാധ്യതയാണ് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് ഉള്ളത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതുവരെ സാറിന്റെ നേതൃത്വത്തിൽ കൈരളി മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റി കൈവരിച്ച ഏറ്റവും വലിയ നേട്ടം അല്ലെങ്കിൽ മെമ്പേഴ്സിന് വേണ്ടി നേടിക്കൊടുത്ത ഏറ്റവും വലിയ നേട്ടം എന്ന് പറയാൻ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമോ? അത് ഞാൻ പറഞ്ഞല്ലോ, 1.5 വർഷം, അതായത് 2022 ഡിസംബറിലാണ് ഞാൻ ചെയർമാനായിട്ട് കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ചെയർമാനായിട്ട് ചാർജ് എടുക്കുന്നത്. ഇപ്പോൾ 23 കഴിഞ്ഞ് 24 2 വർഷത്തിലേക്ക് കടക്കുന്നുള്ളൂ. ഇതിനകം നമ്മൾ മുന്നോട്ട് വെച്ച കാർബൺ ക്രെഡിറ്റ് പ്രൊജക്റ്റ് എനിക്ക് വളരെ സന്തോഷവും അഭിമാനവും തരുന്നതാണ്. 120 രൂപയുടെ ഷെയർ എടുത്തുകൊണ്ട് മാത്രം സസ്റ്റൈനബിൾ കൃഷിരീതികൾ നടപ്പിലാക്കുന്ന ഒരു പ്രൊജക്റ്റ് വയ്ക്കുകയും അതിൽ ചുരുങ്ങിയ സമയം കൊണ്ട് 12,000 ഷെയർ ഹോൾഡേഴ്സ് കർഷകർ ആ പ്രൊജക്റ്റിൽ അംഗങ്ങളാവുകയും ആ പ്രൊജക്റ്റിൻ്റെ പദ്ധതി നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 120 രൂപ ഷെയർ എടുത്തു വരുന്ന ഒരാളുടെ ഭൂമി കൃത്യമായി സർവേ നടത്തിയ സാറ്റലൈറ്റ് സർവേ, അതിൻ്റെ മണ്ണിൻ്റെ ഗുണവും അതുപോലെ തന്നെ ആ കൃഷിയിടത്തിൽ എത്ര കാർബൺ എമിഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കി ആ കാർബൺ എമിഷൻ കുറയ്ക്കുന്നതിനുള്ള സസ്റ്റൈനബിൾ കൃഷിരീതികൾ നടപ്പിലാക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് 1 ടൺ കാർബൺ ഡയോക്സൈഡ് എമിഷൻ കുറച്ചു കഴിഞ്ഞാൽ ഇന്ന് ആഗോളതലത്തിൽ കണക്കാക്കിയിട്ടുള്ളത് 1 യൂണിറ്റ് കാർബൺ ക്രെഡിറ്റ് ജനറേറ്റ് ചെയ്യുന്നതാണ്. ആ യൂണിറ്റ് കാർബൺ ക്രെഡിറ്റിന് $40 വിലയുണ്ട്. ആ $40 പകുതിയും നമ്മൾ കർഷകർക്കാണ്, അവർക്കൊരു എക്സ്പെൻസും ഇല്ലാതെ നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രൊജക്റ്റിൽ വളരെ 22,600 മെമ്പർമാരെ ഇതിനകം നടത്താനായിട്ട് കഴിയുന്നു. ഈ പ്രൊജക്റ്റിന് അന്തർദേശീയ ദേശീയ അംഗീകാരം പോലും ലഭിച്ചിട്ടുണ്ട്. വളരെ വലിയൊരു മുന്നേറ്റമാണ് കാർബൺ ക്രെഡിറ്റ് പ്രൊജക്റ്റിലൂടെ ഈ കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി മുന്നോട്ട് വയ്ക്കുന്നത്. അത് വളരെ വലിയ പിന്തുണ കർഷകരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. 37 ഈ കാർബൺ ക്രെഡിറ്റ് പ്രൊജക്റ്റ് ഓഫീസുകൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് കൈരളിക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. 22,600 മെമ്പർമാർ ആയിട്ടുണ്ട്. ഇതിനു വേണ്ടി വരുന്ന ഫണ്ട് മുഴുവൻ കളക്ട് ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് കോൺട്രിബ്യൂഷനായിട്ടാണ്. ഫിക്സഡ് കോൺട്രിബ്യൂഷനും റെക്കറിംഗ് കോൺട്രിബ്യൂഷനും ഇത് വളരെ കൃത്യമായി മേടിക്കുകയും കൃത്യമായി അതിൻ്റെ റിട്ടേൺസ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുവരെ യാതൊരു വിധത്തിലുള്ള ആക്ഷേപവും ഈ സൊസൈറ്റിക്ക് നേരെയോ നമുക്ക് നേരെയോ ഉണ്ടായിട്ടില്ല എന്നുള്ളതും ഒരു സന്തോഷകരമായിട്ടുള്ള അനുഭവമാണ്. പക്ഷേ ഈ വ്യാജ പ്രവർത്തനം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വ്യാജ പ്രവർത്തനം നടക്കുന്നുണ്ട്. ഈയിടെയായിട്ട് സാറ് ക്ലൈമറ്റ് ടെക് ഒരു സ്റ്റാർട്ടപ്പുമായിട്ട് കൈകോർത്തിട്ടുണ്ട്. ആ ഒരു പ്രൊജക്റ്റ് അതാണ് ഞാൻ പറഞ്ഞല്ലോ, ഈ സൊസൈറ്റി കാർഷിക സൊസൈറ്റിയാണ്. അപ്പോൾ ഈ കാർബൺ ക്രെഡിറ്റ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആദ്യത്തെ ഒരു സഹകരണ പ്രസ്ഥാനമാണ് കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ്. ആദ്യത്തെ ഒരു പ്രസ്ഥാനമാണ് കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഇത് നമുക്കൊരു സൊസൈറ്റിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രൊജക്റ്റ് അല്ല. ഇതിൻ്റെ ഈ ആഗോളതലത്തിൽ ലോ കാർബൺ സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു ക്ലൈമറ്റ് ടെക് സ്റ്റാർട്ടപ്പ് സ്ഥാപനം, അതിൻ്റെ CEO മിസ്റ്റർ VK ലതീഷ്, അദ്ദേഹം USA സിയാറ്റിൽ നിന്ന് GST ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കാർബൺ ഫുട് പ്രിന്റ് ഓഡിറ്റിംഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുണ്ട്.
അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള പ്രൊഫഷണൽ ടീമാണ് കാർബൺ ക്രെഡിറ്റ് പ്രോജക്റ്റിൻ്റെ ഇതിലേക്ക് നീങ്ങുന്നത്. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളിപ്പോൾ കഴിഞ്ഞ മാസം 2 മാസം മുമ്പ് ഞങ്ങൾ സ്വിറ്റ്സർലാൻഡിൽ മിസ്റ്റർ ലതീഷും കൈരളി ചെയർമാൻ എന്നുള്ള ഞാനും ഡയറക്ടർ ജസ്റ്റിനും കൂടി സ്വിറ്റ്സർലാൻഡിൽ ജനീവയിൽ പോയി ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഈ ആഗോള തലത്തിലുള്ള കാർബൺ സ്ഥിരീകരണത്തിൻ്റെ സർട്ടിഫിക്കേഷൻ്റെ ഏറ്റവും നല്ല ഒരു ഏജൻസിയാണ്, അതോറിറ്റിയാണ് ഗോൾഡ് സ്റ്റാൻഡേർഡ്. അവരുടെ ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഹെഡുമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനും അവരുമായി അസോസിയേറ്റ് ചെയ്യാനും കഴിഞ്ഞു. ഈ ക്ലൈമറ്റ് ടെക് ലോ കാർബൺ സൊല്യൂഷൻ്റെ CEO ഉൾപ്പെടെയുള്ള ആളുകളുടെ സാങ്കേതിക പരിജ്ഞാനം നമുക്ക് ഈ കൈരളി അഗ്രികൾച്ചർ സൊസൈറ്റിക്ക് വളരെ നേട്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ വളരെ സന്തോഷകരമായിട്ട് ഒരു കാര്യം കൂടി പറയുകയാണ്. നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ലോ കാർബൺ സൊല്യൂഷൻ ലിക്വിഡ് ട്രീ മൈക്രോ ആൽഗ വെച്ചുകൊണ്ട് ലിക്വിഡ് ട്രീ എന്ന ഒരു പ്രൊജക്റ്റ് കൂടി കേരള അഗ്രികൾച്ചറൽ ഫിഷറീസ് യൂണിവേഴ്സിറ്റി കുഫോസ്, കൊച്ചിയിലുള്ള കുഫോസ് യൂണിവേഴ്സിറ്റിയുമായി ലോ കാർബൺ സൊല്യൂഷൻ എഗ്രിമെൻ്റ് വെച്ച് ഒരു 50-100 മരങ്ങളുടെ ഉൽപ്പാദിപ്പിക്കുന്ന ഓക്സിജൻ ഒരു ലിക്വിഡ് ട്രീയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാനായിട്ട് കഴിയും. അത് ഈ യൂണിവേഴ്സിറ്റിയുമായി നമ്മൾ ലോ കാർബൺ സൊല്യൂഷൻ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മാർക്കറ്റിംഗ് കൈരളി സൊസൈറ്റി കൂടിയാണ് ചെയ്യുന്നത്. വലിയ പ്രകൃതി സൗഹൃദമായിട്ടുള്ള ഈ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള വളരെ വലിയ ഒരു മുന്നേറ്റമാണ് ഈ ക്ലൈമറ്റ് ടെക് സ്ഥാപനമായിട്ടുള്ള ലോ കാർബൺ സൊല്യൂഷനുമായി കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി സംയുക്തമായിട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വരുന്നൊരു കാലം സാമ്പത്തിക രംഗത്ത് വലിയ മുന്നേറ്റമാണ് കാർബൺ ക്രെഡിറ്റിലൂടെ ഉണ്ടാകാൻ പോകുന്നത്. ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് വലിയ മുന്നേറ്റമാണ് കാർബൺ ക്രെഡിറ്റിലൂടെ ഉണ്ടാകാൻ പോകുന്നത്. അതിൽ ആദ്യം ഇത്രയും കർഷകരെ പങ്കെടുപ്പിച്ചുകൊണ്ട്, ചെറുകിട കർഷകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ വലിയ സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവമാണ്. ഇപ്പം ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളെ എങ്ങനെയാണ് നേരിടാൻ പോകുന്നത്? അത് നിയമപരമായാണോ, അല്ലെങ്കിൽ ഇത്തരത്തിൽ സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്ന, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റിയുടെ തലപ്പത്ത് നിൽക്കുന്ന സാറപ്പോലുള്ള ആൾക്കാർക്ക് നേരെ ഇത്തരത്തിൽ കുപ്രചരണങ്ങൾ പരത്താൻ ഒരുപാട് പേരുണ്ടാവും. അതിന് ഏത് രീതിയിലാണ് സാർ നേരിടാൻ പോകുന്നത്? അത് 2 രീതിയിലാണ് നേരിടാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നമ്മൾ ചെയ്യുന്ന പോസിറ്റീവായിട്ടുള്ള ഈ പ്രപഞ്ചത്തിനും ഈ കർഷകർക്കും സമൂഹത്തിനും ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ഈ വ്യാജ പ്രവർത്തകരെ അവരെ അണിനിരത്തിക്കൊണ്ട് തന്നെ നേരിടുക എന്നുള്ളതാണ് ഫസ്റ്റ്. പക്ഷെ നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ബോധപൂർവമായിട്ടുള്ള ഗൂഢശ്രമമാണ് ഇതിനെതിരായിട്ട് നടക്കുന്നത്. അതിന് നമുക്ക് നിയമ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നേരിടണം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ പ്രചരണം നടത്തുന്ന വ്യാജ വ്യക്തികൾക്കും പ്രസ്ഥാനങ്ങൾക്കുമെതിരെ തൃശ്ശൂർ കോടതിയിൽ നമ്മൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവർക്ക് നമ്മളാദ്യം നോട്ടീസ് അയച്ചു. അതുകൂടാതെ ഇപ്പോൾ കോടതിയിൽ നിന്നും അവർക്ക് നോട്ടീസ് പോയിട്ടുണ്ട്. ഇവർ ഈ കുപ്രചരണം നടത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമ സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഷെയർ ഹോൾഡേഴ്സിനെയും അണിനിർത്തിക്കൊണ്ട് ഈ പ്രശ്നത്തെ നേരിട്ടുകൊണ്ട് തന്നെ ഇത് മുന്നോട്ട് പോകും. നമ്മൾ ചെയ്യുന്നതും പറയുന്നതും വലിയ സാധ്യതയാണ് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്കുള്ളത്. പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കർഷകർ ഈ പ്രസ്ഥാനത്തെ നോക്കിക്കാണുന്നത്. അത് അവരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിലേക്ക് ഇത് നിയമപരമായിട്ടാണെങ്കിൽ നിയമപരമായി കർഷകരെയും ഷെയർ ഹോൾഡേഴ്സിനെയും പങ്കെടുപ്പിച്ചുകൊണ്ട് അവർക്കുള്ള മറുപടി അതാണ്. നമുക്കിപ്പോൾ ആരോടും വൈരാഗ്യവും പ്രതികാരവും നമുക്കില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യുന്നത് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്ന ഒട്ടുമിക്ക മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേക നിയന്ത്രണത്തിലോ പ്രത്യേക സ്വാധീനത്തിലോ അല്ല. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ട ആളുകളും ഇതിൽ പങ്കാളികളാണ്. അപ്പോൾ എല്ലാ ആളുകളെയും കൂട്ടിയോജിപ്പിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഇത്തരം പ്രസ്ഥാനങ്ങളുടെ വിജയം. അതിനുവേണ്ടിയുള്ള വലിയൊരു പരിശ്രമത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അനുഭവത്തിൽ വേറെ സന്തോഷം നൽകുന്ന ഒരു അനുഭവം, ഈ പ്രൊജക്റ്റുകളൊക്കെ വെച്ചപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ജനപ്രതിനിധികളും വളരെ നല്ല രീതിയിലുള്ള പിന്തുണ അല്ലെങ്കിൽ സഹകരണമാണ്
നമുക്ക് ലഭ്യമായിട്ടുള്ളത് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും. പക്ഷെ ഇതിൽ ചില വ്യക്തികൾ ഇതിനെ അടക്കം, ഞാൻ ഇതിനു മുമ്പ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകനായിരുന്നു. ഇപ്പം ഞാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും ഞാൻ മെമ്പറല്ല. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും വക്താവായിട്ടല്ല ഞാനിപ്പോൾ ഈ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി തുടങ്ങിയിട്ടുള്ളത്. പക്ഷെ എൻ്റെ ആദ്യത്തെ രാഷ്ട്രീയ ഇത് പറഞ്ഞുകൊണ്ട് ഇതിനെ രാഷ്ട്രീയമായി കൂട്ടിയിണക്കിക്കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമവും ചില വ്യക്തികളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതിനെ കൂടി ആ രീതിയിൽ അവരെ കൂടി എല്ലാ രാഷ്ട്രീയ നേതൃത്വങ്ങളെയും എല്ലാ ഭരണ സംവിധാനങ്ങളെയും നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ സുതാര്യമായി ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരുടെ കൂടി പിന്തുണയോടുകൂടി മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. സാറിന്റെ സൊസൈറ്റിക്ക് മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെയും അസോസിയേഷന്റെയും പിന്തുണ ഏത് രീതിയിലാണ്? ഞങ്ങളിത് പറഞ്ഞല്ലോ, ഒരു സഹകരണ പ്രസ്ഥാനത്തിനും ഒരു മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കും ഒരു അപകടം അല്ലെങ്കിൽ തെറ്റോ കുറവുകളോ സംഭവിക്കാൻ പാടില്ല എന്നുള്ളതാണ് അസോസിയേഷൻ്റെ വ്യക്തമായിട്ടുള്ള ധാരണ. ഇപ്പോൾ ഹൗസിംഗ് സൊസൈറ്റിയുടെ ചെയർമാൻ പ്രേമൻ സാറാണ് അസോസിയേഷൻ്റെ ചെയർമാൻ. അതുപോലെ തന്നെ മുരളി സാറാണ് അസോസിയേഷൻ്റെ സെക്രട്ടറി. ഇപ്പോൾ ഈ എല്ലാ അസോസിയേഷൻ്റെ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് ചർച്ച ചെയ്യുകയും പരിശോധിക്കുകയും വളരെ കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അസോസിയേഷൻ ഈ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിൽ നിന്ന് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അസോസിയേഷനിലുള്ള മെമ്പർമാർ അതിൻ്റെ ആക്ടും റൂളും നിയമങ്ങളും ഒക്കെ തന്നെ പാലിക്കണമെന്ന് കൃത്യമായി ഞങ്ങളുടെ അസോസിയേഷൻ്റെ കഴിഞ്ഞ സ്റ്റേറ്റ് കമ്മിറ്റി യോഗത്തിൽ തന്നെ കമ്മിറ്റി യോഗത്തിൽ തന്നെ പറഞ്ഞതാണ്. ആ രീതിയിൽ കാര്യങ്ങൾ കൃത്യമായി ഞങ്ങൾ പരസ്പരം ആലോചിച്ച് അവർ കൂടി അസോസിയേഷനും കൂടി ആലോചിച്ചുകൊണ്ട് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് നേരെ വരുന്ന ഈ ആരോപണങ്ങളെയും ഈ തകർക്കാൻ ശ്രമിക്കുന്ന ഗൂഢശ്രമങ്ങളെയും ഞങ്ങൾ ഒരുമിച്ച് തന്നെ നേരിടും. അതിന് നല്ല പിന്തുണയാണ് ഹൗസിംഗ് ചെയർമാൻ മിസ്റ്റർ പ്രേംകുമാർ സാറിൻ്റെ കയ്യിൽ നിന്നായിരുന്നാലും അസോസിയേഷൻ സെക്രട്ടറി മുരളി സാറിൻ്റെ കയ്യിൽ നിന്നായിരുന്നാലും മറ്റ് അസോസിയേഷൻ അംഗങ്ങളിൽ നിന്നായാലും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാധ്യമ സുഹൃത്തുക്കളിൽ നിന്നും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ജനപ്രതിനിധികളിൽ നിന്നും ഒക്കെ ഇതിന് അനുകൂലമായിട്ടുള്ള ഒരു ഇതുണ്ട്. അവരുടെ എല്ലാം അഭിപ്രായങ്ങളും കുറവുകൾ, ഇപ്പം എന്തെങ്കിലും കുറവുകളോ പോരായ്മകളോ ഞങ്ങൾക്ക് സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഷെയർ ഹോൾഡേഴ്സിന് തിരുത്താം, ഭരണാധികാരികൾക്ക് തിരുത്താം, പൊതു സാമൂഹ്യ പ്രവർത്തകർക്ക് തിരുത്താം. അതുപോലെ തന്നെ ഞങ്ങളുടെ അസോസിയേഷനിലും ചർച്ച ചെയ്തുകൊണ്ട് നല്ല പിന്തുണയും സഹകരണവുമാണ് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി രംഗത്തുള്ളത്. അത് കൂടുതൽ വ്യാപിപ്പിക്കണം എന്ന ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. അങ്ങനെ വ്യാപിപ്പിച്ചാൽ മാത്രമാണ് ഈ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്കായാലും സഹകരണ പ്രസ്ഥാനങ്ങൾക്കായാലും വരുന്ന എതിർപ്പിനെ, ഇപ്പോൾ ഇത് വരുമ്പോൾ ഒരു ചെറിയൊരു സംശയം ആളുകൾക്കുണ്ട്, ഇവിടുത്തെ മറ്റ് സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കുന്നതിന് വേണ്ടിയാണോ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്ന ഒരു ആശയക്കുഴപ്പം പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങളിൽ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരിക്കലും ഏതെങ്കിലും ഒരു സഹകരണ പ്രസ്ഥാനത്തെ തകർക്കലല്ല മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ലക്ഷ്യം. അത് ഞങ്ങളുടെ അസോസിയേഷനിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് സഹകരണ പ്രസ്ഥാനം ഇന്ത്യയിലെയും കേരളത്തിലെയും ജനങ്ങളുടെ ദൈനംദിന ജീവിതവുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്നതും മാത്രമല്ല, എനിക്ക് നേരെയും എൻ്റെ പ്രസ്ഥാനത്തിന് നേരെയും മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് നേരെയും വരുന്ന ഈ വ്യാജ പ്രചരണങ്ങളും തെറ്റായ കള്ളപ്രചരണങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ട് അത് തള്ളിക്കളയാൻ മുഴുവൻ സഹകാരികളും രംഗത്ത് വരുന്നതുകൂടി ഈ സമയത്ത് അപേക്ഷിക്കുകയാണ്. ഇത്രയും വിലപ്പെട്ട സമയം നമ്മോടൊപ്പം ചെലവഴിച്ച അശോകൻ സാറിനും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾ നീങ്ങി സത്യം പുറത്തു വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. നന്ദി സാർ. ഓക്കെ.